നിൽക്കുന്നത് ഹരിയാന രാജസ്ഥാൻ ബോർഡറിലാണ്. ഒരു വളരെ കുറച്ച് ദൂരം കൊണ്ട് നമ്മൾ രാജസ്ഥാനിലേക്ക് കയറും. ഇൻ 3 kilometers ടേക്ക് ദ എക്സിറ്റ്. ആ എക്സിറ്റ് എന്ന് പറയണത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റേ എന്തോരുന്നു വെസ്റ്റേൺ പാസേജ് അല്ലേ, അങ്ങനല്ലേ, വെസ്റ്റേൺ പെരിഫറൽ ഹൈവേ എന്ന് പറയുന്ന ഒരു ഹൈവേ ആണ്. അതിൽ നിന്ന് വലിയ ഹൈവേ ഉണ്ടല്ലോ, ഡൽഹി മുംബൈ ഹൈവേ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. കറക്റ്റായിട്ട് നമ്മൾ അങ്ങോട്ട് കയറാൻ നേരത്തെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ആ ഹൈവേയിലോട്ട് കയറാനുള്ള ഇതാണ്, ആ ഒരു എക്സിറ്റിൻ്റെ ഇതാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, ഒരൊറ്റ പൊക്കുവാണ്. അതുകൊണ്ട് പെട്രോളൊക്കെ ഫുള്ളാക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി കയറിയിട്ട് രാജസ്ഥാനിൽ കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജയ്പൂർ ഒന്നും പോകുന്നില്ല, നമ്മളതിന് പകരം രാജസ്ഥാനിൻ്റെ തന്നെ വേറൊരു സ്ഥലത്ത് പോവുകയാണ്. അത്യാവശ്യം ചെറിയ കോട്ടകളും ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളും ഉള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കോട്ട എന്ന് പറയുന്നത്. പിന്നെ പോണ വഴിക്ക് തന്നെ നമുക്ക് 1-2 ചെറിയൊരു മരുഭൂമി കണക്കത്തെ ലൊക്കേഷൻസ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതിൽ പ്രതീക്ഷ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ കാപ്പിയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല, വണ്ടിയിൽ കയറിയതേ ഉള്ളൂ. ഇപ്പോൾ സമയം 8 മണി ആയതേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു മറ്റേ ടോൾ പാസ് കൂടെ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു എക്സിറ്റ് കണക്കത്തെ സ്ഥലം കാണും, അവിടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, അതാണ് പ്ലാൻ. നമ്മൾ നാഷണൽ എക്സ്പ്രസ് വേ 4 മെർജ് ചെയ്തിരിക്കണം. അതാണ് കേട്ടോ അതിൻ്റെ പേര്. ഗൂഗിൾ ചേച്ചി അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിന് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എന്നോ അങ്ങനെ എന്തെങ്കിലും കണ്ട ഒരു പേരും കൂടെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കണ്ടല്ല, അങ്ങനെ തന്നെ കേട്ടോ, ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞൊരു പേരും കൂടെ ഉണ്ട്. അപ്പം ഈ റോഡ് നേരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുംബൈക്ക് പോവാം. പക്ഷെ നമ്മൾ മുംബൈ പോകുന്നില്ല, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എവിടെ വെച്ച് എക്സിറ്റ് ചെയ്യും. നമ്മൾ നേരെ ഗോവയ്ക്കുള്ള റൂട്ടാണ് പിടിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വീതിയുള്ള നല്ല സൂപ്പർ എക്സ്പ്രസ് വേ ആണ്. ബൈക്ക് അലൗഡ് അല്ല, സ്കൂട്ടേഴ്സ്, 3 വീലേഴ്സ് അങ്ങനെയുള്ള പരിപാടികളൊന്നും അലൗഡ് അല്ല. മറ്റേ നമ്മളെ ഈ സാധാരണ 4 വീലേഴ്സും ഹെവി വെഹിക്കിൾസും മാത്രമേ അലൗഡ് ഉള്ളൂ. ഓവർടേക്ക് ചെയ്യാനും അല്ലാണ്ടും എല്ലാത്തിനും ആവശ്യം പോലെ ലൈൻസ് ഉണ്ട്. ഇതുവരെ അത്രയ്ക്ക് നമ്മൾ ഇന്നലെ ഈ റോഡേ കൂടെ ഒരു 10-40 കിലോമീറ്റർ ഓടിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വോളിയം കുറവാണ്, വണ്ടികളുടെ വോളിയം കുറവാണ്. അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഒട്ടും വണ്ടികളില്ലെന്ന് പറയാം. ഈ റോഡിൻ്റെ കപ്പാസിറ്റി വെച്ച് നോക്കാൻ നേരത്ത് ഒട്ടും വണ്ടികളില്ലെന്ന് പറയാം. അതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റും. പക്ഷേ അഗെയിൻ ഇച്ചിരി ബോറൻ ഹൈവേ ആണ്, വലിയ വളവുകളും തിരിവുകളും പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇരുന്ന് ബോറടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാൽ മതി. അപ്പോൾ ശരി, വേറെ എന്തെങ്കിലും ഇവൻറ്റ്ഫുൾ ആയിട്ട് സംഭവം നടക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും. നമ്മളിവിടെ ഒരു റെസ്റ്റ് റൂമിൻ്റെ അടുത്ത് നിർത്തി കേട്ടോ. ഇത് നമ്മുടെ ഈ മെയിൻ ഹൈവേയുടെ സൈഡിലായിട്ട് തന്നെ ഇത് കണക്കത്തെ കുറച്ച് പരിപാടികളുണ്ട്. എനിക്കൊന്ന് 20 കിലോമീറ്ററിൻ്റെ ഇടവിട്ട് ഇത് കണക്കത്തെ ഓരോ സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ഹോട്ടലുണ്ട്, വാഷ്റൂമുണ്ട്, പിന്നെ വേറെ കുറേ ഹോട്ടൽസ് ഉണ്ട്. പിന്നെ അവിടെ തന്നെ ചെറിയൊരു ഹോസ്പിറ്റലുണ്ട്, റീറ്റെയിൽ ഏരിയ ഉണ്ട്, ഡോർമെട്രി സെറ്റപ്പ് വരെ ഉണ്ട്, പിന്നെ റിപ്പയർ ഷോപ്പുണ്ട്, ട്രക്ക് പാർക്കിംഗ് ഉണ്ട്, ഫ്യൂൽ സ്റ്റേഷൻ, പെട്രോൾ പമ്പും ഉണ്ട് കേട്ടോ. എല്ലാ പരിപാടിയും ഉള്ള ഒരു സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത്. ഇവിടുത്തെ വാഷ്റൂം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല, അടിപൊളി ക്ലീന്, നല്ല എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. ഇതേ കണക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ നല്ല ഇഷ്ടം പോലെ കണക്കത്തെ ഗാർഡൻ ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം പീസ്ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലിട്ടായിരുന്നു. ബൈ ദ ബൈ, ഇൻസ്റ്റാഗ്രാം ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യട്ടോ. അതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ ലൈവായിട്ട് സംഭവം വരും. നമ്മൾ ഈ 360, അതായത് ഈ ബാക്കിൽ നിന്നുള്ള ഇങ്ങനത്തെ ഒരു വ്യൂവിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാറില്ലേ. അപ്പോൾ ഈ ഒരു വ്യൂവിൽ നിന്ന് വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു ആ സംഭവം മൗണ്ട് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ തവണ, അതായത് ഇന്നലെ രാത്രി നിന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആരോ മോട്ടിച്ചുകൊണ്ട് പോയി കേട്ടോ. CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നോക്കി കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം, പിന്നെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് മുഖമാണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കുന്നത് ഭയങ്കര മെനക്കേടായിരിക്കും. അതുകൊണ്ട് നമ്മളത് വിട്ടു. ഇപ്പോൾ തത്കാലം നമ്മൾ ഇനിയിപ്പോൾ ആ വ്യൂ, എനിക്കാണെങ്കിൽ ആ വ്യൂ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആണ്. നല്ലൊരു ആംഗിളാണ്, ഒരുപാട് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. അതിനിപ്പോൾ എന്തായാലും കിട്ടത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പോയി ഫുഡ് ചെറുതായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടികൾ നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ഏരിയ.
ഇതാണ് ഇവിടെ ചെയ്യേണ്ട ഒരേ ഒരു കോംപ്രമൈസ് കേട്ടോ. അതായത് നല്ല അടിപൊളി നീറ്റ് പ്ലേസ് ആണ്, എല്ലാം അടിപൊളിയാണ്, നീറ്റാണ്. പക്ഷേ പ്രൈസ് കുറച്ച് ഇത് ചെയ്യേണ്ടി വരും കേട്ടോ. അതായത് നമ്മളെ ഫുഡിൻ്റെയൊക്കെ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. അത് പിന്നെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവർ ഇത്രയും ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ വേറെ എവിടെയെങ്കിലും അത് അവർ മുതലാക്കും എന്നുള്ളതാണ്. നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡൊക്കെ നൈസായിരുന്നു. വടക്ക് നമ്മൾ ഉഴുന്നുവടയല്ല, വേറെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് വടയാണ് കേട്ടോ. എന്നാലും സംഭവം കൊള്ളായിരുന്നു, എല്ലാം അടിപൊളി ഐറ്റമാണ്. പക്ഷേ പ്രൈസ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിപ്പോൾ വണ്ടി തിരിക്കാൻ പോവുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ 360യുടെ സ്റ്റിക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്കിനി ബാക്കിൽ നിന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇരുന്നുകൊണ്ടുള്ള ഒരു സ്റ്റിക്ക് വെച്ചിട്ടുള്ള കുറച്ച് ഷോർട്സ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു. വണ്ടി കയറ്. എല്ലാ തവണയും ഏതെങ്കിലുമൊക്കെ ഒരു ക്ലിപ്പിൻ്റെ സൗണ്ട് പോകുക എന്നുള്ളത് ഇപ്പോൾ ഒരു പതിവായി മാറിയിരിക്കുകയാണ്. ഈ ബോണറ്റും പൊക്കി ഇരിക്കുന്നത് കണ്ടിട്ട് ആരും ഒന്നും പേടിക്കുകയൊന്നും വേണ്ട. ഇത് ജസ്റ്റ് എൻജിൻ ചൂടായപ്പോഴത്തേക്ക് ചെറുതേ ഒന്ന് തുറന്നു വെച്ചതാണ്. നമ്മളിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് രാജസ്ഥാനിൻ്റെ ഏതോ ഒരു മൂലയ്ക്കാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. വാതിലുകളും അതേക്ക് അകത്തുള്ള ചൂട് കാറ്റൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് തുറന്നിട്ടേ കേട്ടോ. അപ്പം നമ്മുടെ സ്മൃതി ഇവിടെ പാത്രമൊക്കെ കഴുകി നമ്മുടെ പാചകത്തിന് വേണ്ടിയിട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഇന്ന് വലിയ പാചകം വന്നിട്ടൊന്നുമില്ല. നമ്മുടെ ഫുഡ്സുകാർ പുതിയ കുറച്ച് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അങ്ങോട്ട് എടുത്ത് ചൂടാക്കുക, കഴിക്കുക എന്നുള്ളൊരൊറ്റ പരിപാടിയേ ഉള്ളൂ. നമുക്ക് ഇത്തവണ ഉള്ളത് നമ്മുടെ പെപ്പർ ചിക്കനാണ്. രണ്ടും പെപ്പർ ചിക്കൻ്റെതാണല്ലോ. അപ്പം വേറൊരു സാധനം കൂടെ ഉണ്ട്, നമ്മുടെ നെയ്ച്ചോറും കൂടെ അവർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നെയ്ച്ചോറും പെപ്പർ ചിക്കനുമാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാം കൂടെ ഒരു 3-4 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. പിന്നെ അവർ നമുക്ക് കല്ലുമാക്കായുടെ അച്ചാറും കൂടെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുള്ള് സെറ്റ് ആക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഫുഡും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അസഹനീയമായ ചൂടായിരുന്നു, ഒടുക്കത്ത ചൂടായിരുന്നു. ആ കാറ്റിന് പോലും ആ ഒരു ചൂടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ എന്തിനാണ് ഈതം പറഞ്ഞതെന്നുള്ള കാര്യം എനിക്കൊരു പിടുത്തമില്ല. പിന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു കുളം കണക്കത്തൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചൂടിൻ്റെ ഒരു സംഭവം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ടുണ്ട്. അപ്പം കുളത്തിൽ ആ ഒരു സെൻറ്ററിൽ മാത്രം ഒരു ശകേലം വെള്ളം കിടപ്പുണ്ട്, ബാക്കിയെല്ലാം വറ്റിപ്പോയി. അവിടെ കുറേ കൊക്കുകൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഒരു കൊക്ക് വെറൈറ്റി കൊക്കും ബാക്കിയെല്ലാം നോർമൽ കൊക്കുകളുമായിരുന്നു. പിന്നെ ഇവിടെ ആവശ്യം പോലെ ഉള്ളതെന്ന് പറയുന്നത് അപ്പൂപ്പൻ താടിയോട് സാദൃശ്യം തോന്നിക്കുന്ന വിത്തുകളുള്ള ഒരു ചെടിയാണ്. നമ്മൾ ഹൈവേയിൽ വന്നപ്പോഴും ഹൈവേയുടെ കുറുക്കെ ഈ സംഭവങ്ങൾ ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊന്ന് എടുത്ത് കാണിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടിയിൽ അങ്ങോട്ട് പോയി കുക്കിംഗ് കഴിഞ്ഞു, ഫുഡിങ് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഊണ് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ടു ഫുഡ്സ്. നമ്മുടെ വണ്ടി പോട്ടെ, അല്ലെങ്കിൽ സൗണ്ട് ഒന്നും കേൾക്കില്ല. എടാ മതിയടാ, ഒരു ഡയലോഗ് എത്ര തവണ അടിക്കൂടാ? എല്ലാ തവണയും പറയൂല്ലേ പെപ്പർ ചിക്കൻ. എൻ്റെ കാലിൽ മുള്ളു കയറി. അടിപൊളി കണ്ടേ. അപ്പം നല്ല സൂപ്പർ പെപ്പർ ചിക്കനും നെയ്ച്ചോറുമാണ് ഈദം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതും സെയിം, നമ്മുടെ വാവമ്മയും സെയിം. വാവമ്മ മാത്രം പക്ഷേ കല്ലുമ്മക്കായ അച്ചാർ ആദ്യമേ എടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട് ഇവിടെ പിള്ളേർക്ക് കൊടുക്കാതെ. നിങ്ങൾക്ക് വേണ്ട അച്ചാറ്? വേണം. നിങ്ങൾക്ക് അച്ചാറ് തരും. നീ വിചാരിച്ചങ്ങനെ അല്ലേ? നീ വിചാരിക്കും കുറേ. നിനക്കിപ്പോൾ തരാം, വെയിറ്റ്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടിറങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇവിടെയുള്ള 2 പത്രക്കാരെയൊക്കെ ഒന്ന് നമ്മൾ ഇൻ്റർവ്യൂവിന് എടുത്തിട്ട് നമ്മൾ ഇത് ഫുൾ സൈഡിൽ ഇങ്ങനെ വണ്ടി നിർത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് 2 പേര് കൊണ്ട് നിർത്തി. ഇവിടുത്തെ ലോക്കൽ ന്യൂസ് പേപ്പറിൻ്റെ ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ നമ്മളെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ പത്രത്തിൽ വരികയാണെങ്കിൽ അവർ നമുക്ക് അയച്ചു തരും കേട്ടോ. അവരെ പശുവാണ്, അവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്കും കാണിച്ചു തരാമേ. അപ്പോൾ നമ്മളിവിടെ നിന്ന് വണ്ടി തിരിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു 2.5 മണിക്കൂറും കൂടെ ഉള്ളൂ ട്രാവല്. കയറിക്കോ. നമ്മളങ്ങനെ മെയിൻ ഹൈവേന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് സമയമായി. നമ്മൾ
മെയിൻ ഹൈവേയിൽ പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, എല്ലാം ഒരേ വ്യൂ തന്നെ ആയിരുന്നു. നമ്മളിങ്ങനെ 100, 110 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോരുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു ഹൈവേയിലോട്ട്, ചെറിയൊരു ഹൈവേയിലോട്ട് കയറി. ആവശ്യം പോലെ ഹബ്ബുകളൊക്കെ ഉള്ള ഹൈവേ ആയിരുന്നു കേട്ടോ. ആ ഹൈവേയിൽ കയറി കുറേ വളവും തിരിവുമൊക്കെ ഉള്ള റോഡായിരുന്നു. അതിലെ കൂടെ ഒക്കെ കറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറേ കോട്ട മതിലുകളും കുറേ കോട്ട ചുവരുകളും കുറച്ച് കോട്ടകളും ഒക്കെ കണ്ടു. എല്ലാ പരിപാടികളും കണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കൃഷി സ്ഥലങ്ങളും അങ്ങനെ സ്ഥലങ്ങളായിരുന്നു. മെയിൻലി ഗോതമ്പിൻ്റെ സംഭവമായിരുന്നു. ഗോതമ്പിൻ്റെ കച്ചിൽ, എന്താ പറയുന്നത് അറിയില്ല. ഗോതമ്പിൻ്റെ കച്ചിൽ വലിയ വലിയ വണ്ടികളിലൊക്കെ കൊണ്ടുപോകുന്ന കണ്ട്. ഏറ്റവും അവസാനം നമ്മൾ സാധാരണ സിറ്റികൾ പോലുള്ള റോഡിലൂടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ പ്രത്യേകതയുള്ള 1-2 സംഭവങ്ങളുണ്ട്. അത് ഇനിയിപ്പം അത് പാർക്ക് കണക്കുന്ന സംഭവം ആയതുകൊണ്ട് എത്ര മണിക്ക് അടയ്ക്കും എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. പിന്നെ എൻട്രി ഫീയോ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളോ ഒന്നും വലിയ പിടുത്തമൊന്നുമില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് അവിടം വരെ പോയി നോക്കാം. ഇപ്പോൾ സമയം 4:30 ആയതേ ഉള്ളൂ. ഓപ്പൺ ആയി തന്നെ ഇരിക്കാനാണ് സാധ്യത കേട്ടോ. അപ്പം നേരെ നമുക്ക് അവിടെ പോയിട്ട് സംഭവങ്ങൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് വല്ലതും കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. എന്തായാലും ഇതുവരെയുള്ള യാത്ര നൈസായിരുന്നു. കുറച്ച് ദുഃഖടം പിടിച്ച വഴികളൊക്കെ അങ്ങും ഇങ്ങോട്ട് ഉണ്ടായിരുന്നെങ്കിലും ബാക്കിയുള്ളതെല്ലാം നൈസായിരുന്നു. മെയിൻ ഹൈവേ പിന്നെ രാജസ്ഥാനിലൂടെയുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഹോട്ടലല്ല കേട്ടോ, നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഈ ട്രിപ്പിൻ്റെ മൊത്തം, അതായത് ഈ ട്രിപ്പ് ഇവിടം വരെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്ക് ലോകം മൊത്തം ചുറ്റുന്നതിന് പകരം ഇവിടെ വന്നാൽ മതിയായിരുന്നു. അത്ര കിടില സ്ഥലമാണ്. ഞാൻ അകത്തോട്ട് കയറാൻ നേരത്ത് ഓരോരോ സംഭവമായിട്ട് കാണിച്ചു തരാം. കുറച്ച് നടക്കാറുണ്ട്, ബട്ട് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ഇത് കോട്ട എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ, രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം. ഞാൻ ഇന്നലെ ചുമ്മാ ഇരുന്ന് ഗൂഗിളിൽ തപ്പിയപ്പം കണ്ടതാണ്. അങ്ങനെ നേരെ അതിൽ വെച്ച് പിടിച്ചതാണ്. നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. റോമില് നമ്മൾ എന്ത് റോമിലെ കൊളോസിയം നോക്കടേ അങ്ങാട് കണ്ടാ. വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല. വീഡിയോയിൽ കണ്ടാൽ അന്നേരത്തില്ല ദൂരെ കൊളോസിയം കാണുന്നതൊക്കെ തോന്നുള്ളൂ. ഇത് റോമിലെ കൊളോസിയാണ്. വേണ്ടേ, ഇവിടെ ഇത് 7 വണ്ടേഴ്സ് പാർക്ക് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ 7 വണ്ടേഴ്സും ഇവിടെ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് വേറെ എന്തൊക്കെയോ ഉണ്ട്. വേണ്ട, ഇവിടെ നമ്മുടെ പിരമിഡ് നിങ്ങൾക്ക് കാണാം. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നമുക്ക് താജ്മഹൽ കാണാം. ഞാൻ ഓരോന്നിൻ്റെ ഫ്രണ്ടിൽ പോകാൻ നേരത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ റോമിലെ കൊളോസിയമാണേ. ഇല്ല പോകുന്നത് നമ്മുടെ 2 അത്ഭുതങ്ങളാണ്. അതെ, 2 വണ്ടേഴ്സ് ഓഫ് ചെറയിൽ വീട്. അതെ, ഇതേ നമ്മുടെ ഈജിപ്തിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, റോമിൽ നിന്ന് നടന്ന് നമ്മൾ ഈജിപ്തിലെത്തിയിരിക്കുകയാണ്. എന്തോ കിളി, അതാണ് കുളക്കോഴി. അവര് റോമിൽ ഈജിപ്തിൽ കുളക്കോഴിയെ കണ്ടെത്തി. ഇതാണ് നമ്മുടെ പിരമിഡ്, ഗീസ. It is the only one of the famous 7 wonders of the ancient world that still stands. അതാണ്. നമ്മൾ വീണ്ടും താജ്മഹലിൽ എത്തിയിരിക്കുകയാണ്, കറങ്ങി തിരിഞ്ഞ്. അതെ 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 കണ്ടാ, ഇത് സ്കെയില് ലൈക്ക് എന്തോ പറയണ്ടേ, പ്രോപ്പർ സ്കെയിൽ മോഡലാണെന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം അതേ ഷേപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. നൈസ് അല്ലേ, കറക്റ്റ് ലുക്കാണ് കേട്ടോ, സംഭവം പൊളിയാണ്. ഇത് 7 വണ്ടേഴ്സിൽ ഉൾപ്പെടുന്നതല്ല, ഇത് ഈ ഒരു പാർക്കിനുള്ളിലുള്ള ഒരു സ്ട്രക്ചർ കണക്കത്തെ സംഭവമാണ്. ഇത് നമ്മുടെ ഒരു രാജസ്ഥാൻ ആർക്കിടെക്ചറിൻ്റെ ഒരു മിനിയേച്ചർ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ട ഈ സ്ഥലത്ത് എല്ലായിടത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം 7 വണ്ടേഴ്സിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. നമ്മുടെ കോപ്പറിൽ പണി ചെയ്ത അല്ലേ, പാരീസുകാർ ഗിഫ്റ്റായിട്ട് കൊടുത്തല്ലേ ആണെന്ന് തോന്നുന്നു. ഫ്രാൻസുകാർ അമേരിക്കയ്ക്ക് ന്യൂയോർക്കുകാർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇത് നമ്മുടെ ഗിസയിലെ ചരിഞ്ഞ ഗോപുരം. ഇവിടുത്തെ ഗോപുരത്തിനും ചരിവുണ്ട്. പൊളി, നൈസാണ് കേട്ടോ. എല്ലാം ആൾമോസ്റ്റ് സെയിം. എന്താ പറയുന്ന, ഒരു ഒറിജിനൽ കണ്ടിട്ടില്ലാത്തവർക്ക് വ്യത്യാസം മനസ്സിലാവില്ല. അതാണ്, നമുക്കിതൊക്കെ കണ്ടാൽ മതി, ധാരാളം. പൊളി സാധനം കണ്ടാ. ഇത് ഫുൾ വ്യൂവിൽ എങ്ങനെ ഇരിക്കും കാണാൻ, കണ്ടാ നൈസല്ലേ. അവിടെ ഒരു മറ്റേ ലണ്ടൻ ബ്രിഡ്ജാണോ അത്? അല്ലല്ലോ, വേറെ ഏതോ ഒരു ബ്രിഡ്ജിൻ്റെ മാതൃകയിൽ ഒരു ബ്രിഡ്ജും കൂടെ ഉണ്ട് കേട്ടോ. അത് കയറി പോകുന്നത് ഒരു ബോട്ടിലേക്കാണ്. അതൊരു ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് കൂടിയാണ്. അപ്പോൾ അതാണ് സംഭവം അവിടെ. അത് രാത്രിയിലാണ് കണ്ട ഓപ്പണിംഗ് ആവുന്നത് കേട്ടോ.
റിസർവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് തിരക്കൊന്നും കാണുന്നില്ല. ചിലപ്പോൾ രാത്രി അത് ഓപ്പണിംഗ് സമയത്ത് വരുമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡും നല്ല അത്യാവശ്യം വ്യൂ ഉള്ളൊരു സംഭവമാണ്. ലേക്കിൻ്റെ നടുക്ക് ചെറിയൊരു ഫോർട്ട് ടെമ്പിൾ കണക്കത്തൊരു സംഭവം ഉണ്ട് അവിടെ. പിന്നെ നമ്മുടെ രാജസ്ഥാൻ ആ ഒരു സ്റ്റൈലിലുള്ള 2-3 ഫോർട്ട് എൻട്രൻസുകൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ എന്തോ ഒരു ഡാം കണക്കത്തെ ഒരു റിവറിൻ്റെ ഷട്ടറുണ്ട് കേട്ടോ സംഭവം. നമ്മൾ വരുന്ന സമയത്ത് അവർ ക്രാങ്ക് ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഫോർട്ടിൻ്റെ ഒരു റെഡ് സാധനം കാണുന്നുണ്ട്, ആ സംഭവമുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ നടുക്ക് ഇത് കണക്കത്തെ ഒരു റെസ്റ്റ് ഹൗസ് കണക്കത്തെ സംഭവങ്ങൾ കണക്ക് അങ്ങുഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ നീർക്കാക്ക അല്ലേ, നീർക്കാക്ക കയറി റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിനി അടുത്തത് പോകുന്നത് പാരീസിലേക്കാണ്. ഓടിക്കോ നമ്മൾ പാരീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഐഫൽ ടവർ കാണാനായിട്ട്. നമ്മളങ്ങനെ ദ വേൾഡ് ഫേമസ് അതിൻ്റെ ഇടയ്ക്ക് ഈതല ഒരു കുളക്കോഴി കൊത്താൻ വന്ന്. അങ്ങനെ നമ്മുടെ വേൾഡ് ഫേമസ് ഐഫൽ ടവറിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. കണ്ടാ, ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണാടി, ഇതിൻ്റെ ആ മുകളിലത്തെ ഷേപ്പ് ഇങ്ങനെ അല്ലെന്ന് തോന്നുന്നല്ലേ, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. കാറിൽ നിന്നെ ഈഫൽ ടവറിന്റെ മൂട്ടിക്കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഉടായിപ്പാ, പക്ഷെ ഡിട്ടോ അല്ലേടി. അവിടെയാണെങ്കിൽ ഭയങ്കര ചെലവാണ്, ഭയങ്കര തിരക്കാണ്. ഇവിടെ നമ്മൾ ഒരു ചെലവും ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് വന്നത്. എന്ത് സിമ്പിള്, 10 രൂപ ഉള്ള ഒരാൾക്ക്. സാറ്റ് കളിക്കാട്ടോ, സാറ്റ് അടിച്ചില്ലേലും കറണ്ട് അടിക്കും. എടാ മരത്തിൽ പോയടാ, അത് കറണ്ടാണ്. നമ്മൾ അടുത്ത തവണ തൊട്ട് മരത്തിൽ കയറിയാണ് കേട്ടോ. അവര് സാറ്റ് കളിക്കട്ടെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് റിലാക്സ് ചെയ്യാം. നമ്മളങ്ങനെ ഈഫൽ ടവറിന്റെ മുകളിൽ 7 രാജ്യങ്ങൾ കണ്ടത്. ഈഫൽ ടവറിന്റെ മൂട്ടിലിരുന്ന് നമ്മൾ ഗിസയിലെ ചരിഞ്ഞതോ ഗോപുരത്തെ നോക്കിക്കൊണ്ടിരുന്ന് സ്വറ പറയുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഈ പരിപാടി കുറച്ച് നേരം നമ്മളിവിടെ ഒന്ന് ഇരുന്നിട്ട് അത് പസഫിക് ഓഷൻ. അതെ 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 അതെ. ഓക്കെ, അപ്പം നമ്മളിവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ കേട്ടാ. ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ചാനലാണ്, അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ പാടില്ല. വി ആർ സദാചാരീസ്. അപ്പൊ അവര് മാറി, അവര് 2 വഴിക്ക് പോയി. ശരി, എന്നാ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ റിയോ ദ ജനീറോയിലെ ക്രൈസ്റ്റ് ഇങ്ങനെ കയ്യും വിരിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. സംഭവം ഇവിടെ ഉണ്ട്, ഇതാണ് സംഭവം. ക്രൈസ്റ്റ് ദ റിഡീമർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേരപ്പം. അപ്പം നമ്മൾ കണ്ടതിൽ വെച്ച് ഇത്തിരി ചെറുതായി പോയത് ഈ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കുറച്ചും കൂടെ വലുതാണ്. എന്താ അല്ല, ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലമുകളിലാണ് ഒറിജിനലായിട്ട് സംഭവം ഇരിക്കുന്നത്. അപ്പം ഈ സാധനം അത്ര വലുതായിട്ട് പണിയണമെങ്കിൽ ആ മലയും വലുതായിട്ട് പണിയേണ്ടി വരത്തില്ലേ അവർ, അതുകൊണ്ടായിരിക്കും അവർ ചെറുതായിട്ട് പണിഞ്ഞത് കേട്ടോ. എന്തായാലും കൊള്ളാം, നൈസ് സംഭവം. ഇവ ആള് ധൈര്യശാലിയാണ് കണ്ടോ. ഇതല്ല, ഇതിനപ്പുറം കണ്ടവനാണ് ഈ KK ജോസഫ് എന്ന് പറഞ്ഞാണ് അവൻ നിൽക്കുന്നത്. നോക്കട്ടെ, അവൻ പറക്കുന്നത്. വേണ്ട, പേടിപ്പിക്കണ്ട, നമുക്ക് ജസ്റ്റ് പുറക്കേ നടക്കാം. നമ്മൾ 2 സോഫ്റ്റ് ടീം കൂടെ മേടിച്ച് ഒലിച്ചിറങ്ങി പോണ് പെട്ടെന്നായിട്ട്. ജോക്കറായിരുന്നു, ഇങ്ങനെ നാക്കിയപ്പോ മൂക്കിന്റെ തുമ്പത്ത് പറ്റിയില്ലേ. ഒലിച്ചിറങ്ങി പോണടി, ചിന്നടി പെട്ടെന്ന്. പിന്നെ നമ്മൾ 2 ലസ്സിയും കൂടെ പറഞ്ഞിട്ടുണ്ടേ, ഓബിയസ്ലി. അതെ, പെട്ടെന്നായിട്ട് ഒലിച്ചൊലിച്ചൊലിച്ച് പോടും. ഇതിന്റെ പുറക്കിൽ മൊത്തം കുരുവികളാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ കൈയിട്ട് പിടിക്കാൻ പറ്റില്ലല്ലോ. വേണ്ടേ, ഇവിടെ കണ്ടേ, കാണാമോ? ചാടി ഒരുത്തം പോണണ്ട. ഇതിനകത്ത് ഫുള്ള് കുരുവികളാണ്. നമ്മളിപ്പോൾ അടുത്തോട്ട് വന്നപ്പോൾ ഒരു 10 രൂപ തണ്ടോ അങ്ങ് പറന്നങ്ങ് പോയി നിൽക്കാൻ നോക്കിക്കോണേ. ചിലപ്പോൾ അവളിങ്ങനെ നടന്നു പോകാൻ നേരത്ത് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കുറേ കുരുവികൾ പറന്നു പോകാൻ സാധ്യതയുണ്ട്. വേണ്ട ഇപ്പോൾ പോവും. അവളാരും മൈൻഡ് പോലും ചെയ്യണില്ല. അതാട്ടെ കടാ, വേണ്ടേ ചുട്ടിച്ചിരി വീശി കൊള്ളാല്ലേ. ഒരുത്ത നിൽക്കുന്നു, ഓടിപ്പോയി. ഹൈ എടാ, ഒരു വീഡിയോ എടുത്തോട്ടറാ, ഒത്തല്ലേ. അനങ്ങാതെ
യൂട്യൂബിലിട്ട് ഫേമസ് ആക്കാടാ, ആർക്കും വേണ്ട. ശരി എന്നാ നമ്മളങ്ങനെ ഐഫൽ ടവറും കൂടെ കണ്ട് കണ്ട് ഒന്നും കൂടെ നടന്നു നോക്കാമേ. അവിടെ ഇഷ്ടംപോലെ നീർക്കാക്കകൾ നിരന്നിരുന്നിരിക്കുന്ന കേട്ടാ. അങ്ങനെ എത്തി നോക്കുക. ഈ ജനലിൽ കൂടെ നോക്കടി. അത് ഇതാണ്ട എവിടെ ഒരു ജനലുണ്ടല്ലോ, ഈ ജനലിൽ കൂടെ നോക്കിക്കോ. കണ്ടാ കൊള്ളല്ലേ സംഭവം ഇരിക്കുന്നതാണേ. അവര് ജാഥയ്ക്ക് പോവുകയാണെന്ന് തോന്നുന്നല്ലേ. ഇതാ കൊള്ളാം. ഇതേത് ബ്രിഡ്ജടേ? ഇത് വല്ല വണ്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണോ? ഇതിൻ്റെ ഫ്രണ്ടിൽ പേരുണ്ടോ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഉൾപ്പെടുന്ന അല്ലെന്നാണ് തോന്നുന്നത്. ഒരു നോർമൽ ബ്രിഡ്ജായിരിക്കും, ഏതെങ്കിലും ഒരു ഏതായൊരു ടൈപ്പ് ബ്രിഡ്ജ്. ഫ്രണ്ടിൽ നോക്കട്ടെ. ഇതിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് പ്ലാക്കും പേരും വിവരങ്ങളൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഏതോ ഒരു ബ്രിഡ്ജ്, അത്രേ ഉള്ളൂ. വെള്ളം വീണടാ തലയിൽ കൂടെ. കുളിക്കാന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം വീഴ്ത്തല്ലേ തലയിൽ, പനി പിടിക്കും, തോത്താൻ തോറത്തില്ല. ഇവിടെ ഫൗണ്ടൻ ഓണാക്കി കേട്ടോ. പിള്ളേർക്ക് ഇതൊക്കെയാണ് മസ്ത്, ഇവർക്ക് ഇതൊക്കെയാണ് ഭയങ്കര താല്പര്യം. അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്, ചാടി ഓടി. നമ്മൾ അങ്ങുഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ വയസ്സായി. CR കളവൻസ് കൊള്ളാം. കുളിച്ചല്ലേ, തോനെ വീഴ്ത്തല്ലേ മക്കളെ. അവരുടെ ഒരു അവിടെ കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കണ്ട് ഇറങ്ങി കേട്ടോ. നേരെ സന്ധ്യയായി. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ല റൂം നോക്കിയിട്ട് അവിടെ സ്റ്റേ അടിക്കാനുള്ള പരിപാടി നോക്കാം. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ റൂമുണ്ട്. ഞാൻ പക്ഷേ റേറ്റ് നോക്കിയപ്പോൾ 2500 3000 ഒക്കെയാണ് നെറ്റിൽ കാണിക്കുന്നത്. നെറ്റിൽ അത്രയും കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ചെല്ലാൻ നേരത്തെ അമ്മമാർ 3500 4000 പറയും. അതുകൊണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് കുറച്ച് ഏരിയാസിൽ ഓയോയിൽ 1000 1500 കാണിക്കുന്നുണ്ട്. ആ സ്ഥലത്തോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ കിടക്കണണ്ട നമ്മളെ വണ്ടിയാണ്. നമ്മളെ വണ്ടിയിൽ നിന്ന് അവൾ സാധനം എടുത്തോണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഇവിടെ റൂം കിട്ടിയിട്ടുണ്ട്. അതാണ് ഹോട്ടൽ റോയൽ. താങ്ക് യു അണ്ണ. അപ്പോൾ വണ്ടി കാണിച്ചു തരാം. അണ്ണ അവിടെ ലൈറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പുതിയ ലൈറ്റ്. അപ്പോൾ അണ്ണ എന്തായാലും വണ്ടി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. അവിടെയാണ് നമ്മുടെ റൂം. ആ കാണുന്ന ഫസ്റ്റ് കണ്ണാടി ഇല്ലേ, ആ കണ്ണാടിയിൽ അവിടെ തന്നെയാണ് നമ്മുടെ റൂം കേട്ടോ. റോയൽ ഗാലക്സി. നീറ്റ് റൂം, കുഴപ്പമൊന്നുമില്ല. 1200 രൂപ. പുറത്തോട്ടൊക്കെ നമ്മൾ പോയി തിരക്കി. അവിടെയൊക്കെ ഒരു 2500 3000 റേഞ്ചായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ റൂമായിരുന്നു. ഒരുമാതിരി സ്യൂട്ടണക്കത്തെ റൂമായിരുന്നു. എന്തായാലും റൂമിൽ ചെന്നിട്ട് റൂമും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇന്നത്തെ കറക്കം കഴിഞ്ഞു. നമ്മൾ ഇനി കുറച്ച് സൗത്ത് ഇന്ത്യൻ ഡിഷസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാൻ നേരത്ത് കഴിക്കണം, എന്നിട്ട് കയറി കിടന്നുറങ്ങണം. എന്നിട്ട് നാളെ രാവിലെ ആയിരിക്കും ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യം ഗോവയാണ്, പക്ഷേ നാളെ എവിടം വരെ എത്തുമെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ അതെ, ഇതാണ് റൂം. മാഡം ഇന്ന് ഭയങ്കര ടയേർഡാണ്. 2-3 തവണ വാള് വെച്ച് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല വലിയൊരു ബെഡ്. ഈതനവിടെ കമന്ന് കിടക്കുന്നുണ്ടോ? ഇതാണ് ഈതൻ്റെ ജീവൻ. അതാണ് ആദുവിൻ്റെ യൂണി. വെക്കടാ അവിടെ. നമ്മൾ ചാന്ദിനി ചൗക്കിൽ നിന്ന് ഒരു കരോക്കി മെഷീൻ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആദുവിൻ്റെ ഒരു പാട്ടോട് ആദുവിൻ്റെ പാട്ട് ക്ലാപ്പ് 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 ക്ലാപ്പ്. സൂപ്പർ സൂപ്പർ. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്നലെ ഒരു സെക്കൻഡ് നമ്മളിന്ന് നല്ല സൗത്ത് ഇന്ത്യൻ ഫുഡ് വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇന്ന് കയറി കിടന്ന് ഉറങ്ങണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. താങ്ക് യു.